ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ ഇന്ന് വന്നത് നമ്മുടെ ഒരു പുതിയൊരു ഡിവൈസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഒരുപാട് ഉപയോഗമുള്ള യൂസായിട്ടുള്ള ഒരു ഡിവൈസാണിത്. കൂടുതലും നെറ്റ്വർക്ക് കേബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് കേബിൾ ടെസ്റ്റർ എന്നാണ് കൂടുതലും ഇതിന് പറയുന്നത് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് വരുന്നത് തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ RJ45 കണക്ടർ അല്ലെങ്കിൽ RJ45 കേബിൾ, RJ11 ടെലിഫോണുമായിട്ട് ബന്ധപ്പെട്ട് RJ11 കേബിൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ USB കേബിൾ ചെക്ക് ചെയ്യാൻ പറ്റും. CCTV ആയിട്ട് ബന്ധപ്പെട്ടവർക്ക് BNC കണക്ടർ അല്ലെങ്കിൽ BNC കണക്ടർ കൊടുത്ത കേബിൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ വരുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് വരുന്ന ഒരു ഡിവൈസാണിത്. അപ്പോൾ ഈ ഒരു ഡിവൈസിനെ കുറിച്ച് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു ഡിവൈസ് വരുന്നത് തന്നെ ഇങ്ങനൊരു ബോക്സിനകത്താണ് വരുന്നത്. ഈ ബോക്സിനകത്താണ് ഡിവൈസ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ആയിട്ടൊരു ഇങ്ങനൊരു പ്രസ് ചെയ്യുമ്പോൾ സ്വിച്ച് ഉണ്ട്. പിന്നെ മുകളിലായിട്ടൊരു കണക്ടർ, നമ്മുടെ BNC ക്യാമറയുടെ CCTV ആയിട്ട് ബന്ധപ്പെട്ട ഒരു BNC കണക്ടർ എന്ന് പറയുക. കണക്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻഡ് ഇതിലാണ് കണക്ട് ചെയ്യുന്നത്. മറ്റേ എൻഡ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബാഗിനകത്തുണ്ട്. ബാക്കി ഇതിൻ്റെ കണക്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അതായത് ഇവിടെ ഈ എൻഡിൽ ഇതാണ് RJ45 കേബിൾ കണക്ട് ചെയ്യുന്നത്. തൊട്ടടുത്തായിട്ട് ഇത് RJ11 ടെലിഫോണിൻ്റെ കേബിൾ കണക്ട് ചെയ്യുന്നതാണ്. ഇത് വരുന്നതാണ് USB കേബിൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഈ എൻഡ് ഇതായത് ഡിവൈസിലുള്ളതാണ്. ഞാൻ പറഞ്ഞു RJ45 RJ11 USB. അതുപോലെ ഇവിടേക്ക് വരുമ്പോഴും ഈ കാണുന്നത് RJ45 RJ11 USB മറ്റേ എൻഡ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു RJ45 ടു ഇങ്ങനെ ഒരു കേബിളിലേക്ക് കണക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് എൻഡ് ഈ RJ45 ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഈ എൻഡ് ഇവിടെ കേബിൾ കൊടുത്തതിന് ശേഷം മറ്റേ എൻഡ് ഇവിടെ കൊടുത്തതിന് ശേഷം ഫ്രണ്ടിൽ നമ്മുടെ ഈ ഒരു ബട്ടണിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ അറിയാൻ പറ്റും. ഞാൻ കേബിൾ കൊടുത്ത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഉള്ളത് അടുത്ത RJ11 ആണ്. RJ11 ഇത് തന്നെയാണ്. RJ11 കേബിൾ ഒരു എൻഡ് ഇവിടെ കൊടുക്കുക, മറ്റേ എൻഡ് ആയിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ യൂസ് ചെയ്യാൻ മതി. സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിവൈസിൽ അതെങ്ങനെയാണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് ഇതിനെ എങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഊരിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഈ ഡിവൈസ് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരത്തിലേക്കാണ് നമ്മുടെ നെറ്റ്വർക്ക് കേബിളൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എൻഡ് ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം എത്ര ദൂരത്തിലാണോ അടുത്ത എൻഡ് ഉള്ളത് അവിടെ പോയിട്ട് നമുക്ക് ഈ എൻഡ് കണക്ട് ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു പ്രസ് ചെയ്ത് കൊടുത്താൽ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇളക്കി കൊണ്ടുപോയി എവിടെയാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ നമ്മുടെ CCTV ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ക്യാമറയുടെ തന്നെ BNC കണക്ടർ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. BNC കണക്ടറിൻ്റെ ഒരു എൻഡ് ഇവിടെ കൊടുക്കുക, കേബിൾ പോയിട്ട് അടുത്ത നെക്സ്റ്റ് എൻഡ് കണക്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നത് തന്നെയാണ്. നമ്മുടെ ബാഗിനകത്തുണ്ടാവും. ഇതാണ് മറ്റേ എൻഡ്. ഇവിടെ ആയിട്ട് BNCയുടെ മറ്റേ എൻഡ് കണക്ട് ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇതിലേക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ കേബിളിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും കേബിളിന് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കണക്ടറും അല്ലെങ്കിൽ ഇതിൻ്റെ എൻഡ്, ഇത് എൻഡാണ്, മറ്റേ എൻഡാണ്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു RJ45 കേബിൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ LAN കേബിൾ, പാച്ച് കോഡ് എന്നൊക്കെ പറയും, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ പാച്ച് കോഡ് അല്ലെങ്കിൽ കേബിൾ വരുന്നത്. അപ്പോൾ ആ ഒരു എൻഡ് നമ്മുടെ RJ45ൻ്റെ കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡിവൈസിൽ. മറ്റേ എൻഡ് കണ്ടില്ലേ, ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഇതിൽ നമുക്ക് കണക്റ്റഡ് ആണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കേബിൾ വർക്കിംഗ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിലൊരു പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇവിടെ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഈ ഒരു കേബിളിൻ്റെ ഈ വരുന്ന വയറിൻ്റെ കേബിളിൻ്റെ ഉള്ളിലായിട്ട് 8 വയേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ ആ 8 വയേഴ്സും കറക്റ്റാണോ, എന്തെങ്കിലും പ്രശ്നം അതിനകത്ത് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കേബിൾ അതിനകത്ത് ഡാമേജ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ മുകളിലായിട്ട് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അവിടെ കണ്ടില്ലേ, 8 വരെ നമുക്ക് ആദ്യം മുതൽ S മുതൽ C1 2 3 4 ഇങ്ങനെ 8 വരെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇതിനകത്തുള്ള കേബിളിനകത്തുള്ള ഏതെങ്കിലും ഒരു വയർ എന്തെങ്കിലും
ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അറിയാൻ പറ്റും ഏതിലാണ് ആ ഒരു ഇഷ്യൂ എന്നുള്ളത്, അതിവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കേബിളിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് കണ്ടില്ലേ 1 മുതൽ 8 വരെ കേബിൾ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, കേബിൾ ഓക്കെ ആണ്. അത് കൂടാതെ തന്നെ നമുക്കിവിടെ ആയിട്ട് നമ്മുടെ കണക്റ്റഡ് എന്ന് പറഞ്ഞൊരു ബ്ലൂ ലൈറ്റും കൂടി ഇവിടെ കാണാൻ പറ്റും. അതായത് രണ്ടും തമ്മിൽ കണക്റ്റാണ്, കേബിൾസ് തമ്മിൽ കണക്റ്റഡ് ആണ്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും കേബിൾ ഇല്ല എന്നുള്ളതാണ് നമുക്കിവിടെ അറിയാൻ പറ്റുന്നത്. കൂടാതെ നമുക്കിതിൽ താഴെയായിട്ട് ബാറ്ററി ഗുഡ് എന്നുള്ളത് അവിടെ ലൈറ്റ് കാണാൻ പറ്റും. ബാറ്ററി ഗുഡ് എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു ഡിവൈസിനുള്ളിൽ ബാറ്ററി ഉണ്ട്, ബാറ്ററി ഗുഡ് നല്ലതാണ്, ബാറ്ററി ലോ അല്ല എന്നുള്ളതാണ് കേട്ടോ. ബാറ്ററിയുടെ ഭാഗം ഞാൻ കാണിച്ചു തരാം. ബാറ്ററി ലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് ബാറ്ററി ലോ കാണിക്കും. കൂടാതെ തന്നെ ഈ ഡിവൈസിൽ വേറെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കണക്റ്റഡ് മാത്രമാണ് പറഞ്ഞത്. നമുക്ക് ഇപ്പോൾ ഇത് കണക്റ്റഡ് ആയതുകൊണ്ട് കണക്റ്റഡ് എന്നിവിടെ കാണിച്ചിട്ട് ഈ ഒരു ബ്ലൂ ലൈറ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കേബിള് ഷോർട്ട് എന്തെങ്കിലും ആണ്, അപ്പോൾ അതിനകത്തുള്ള കേബിൾസ് വയേഴ്സ് എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലായിട്ട് നമുക്കിവിടെ കണ്ടില്ല ഷോർട്ട് എന്നുള്ളതുണ്ട്. ആ ഷോർട്ട് കാണിക്കും, നമുക്കിവിടെ ലൈറ്റ് ഇവിടെ കാണാൻ പറ്റും. ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കണക്റ്റഡ് ലൈറ്റ് കാണാൻ പറ്റും. ക്രോസ് ഓവർ എന്നൊരു സെക്ഷൻ, അതായത് ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇവിടെ കണക്ട് ചെയ്യുന്ന ഈ ഒരു RJ45 കണക്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന റെക്കോർഡല്ല മറ്റേ എൻഡിൽ പോയിരിക്കുന്ന അതിവിടെ ക്രോസ് ഓവർ എന്നുള്ള രീതിയിൽ ഇവിടെ കാണിച്ചിരിക്കും. നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാം. തൊട്ട് താഴെയായിട്ട് നോ കണക്ഷൻ കണക്ഷനാണ് നമുക്ക് ലൈറ്റ് നൽകുന്നതെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഈ കേബിൾ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ കണക്റ്റഡ് അല്ല എന്നുള്ളതാണ്. തൊട്ടിപ്പുറത്തുള്ളതും കോയാക്സിയൽ കേബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. കോയാക്സിയൽ കേബിൾ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ BNC കണക്ടർ കണക്ട് ചെയ്തിട്ട് CCTV കേബിൾ ചെക്ക് ചെയ്യുന്നതാണ്. അതിലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ BNC കണക്ടറിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്നത്. മറ്റേ എൻഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ തരുന്നുണ്ട്. ഈ എൻഡിൽ കൊടുക്കുന്നു. നമ്മളിവിടെ വന്ന് ഇത് ചെക്ക് ചെയ്ത് നോക്കുന്നു. ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണക്റ്റഡ് എന്ന് കാണിക്കുന്നു. കൂടാതെ ലൈറ്റ് എല്ലാം ഇവിടെ വരുന്നു. BNC കണക്ടർ കൊടുത്താലും നമുക്ക് ലൈറ്റ് എല്ലാം വരും. ലൈറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കംപ്ലൈൻ്റ് ആകും എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇവിടെ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ആ കേബിൾ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഇവിടെ കാണിക്കും. 25 ഓം ആണ് അതിൻ്റെ പവർ കറണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് 50 ഓം ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. വേറെ ഇതിൽ കണക്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നോ ടെർമിനേറ്റർ എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ നമ്മുടെ ഒരു പുറകിലായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി ഇടുന്ന ഭാഗം വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇവിടെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററി കാണാൻ പറ്റും. 9 വാൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. ആ ഒരു ബാറ്ററിയിലാണ് നമുക്കിത് പ്രവർത്തിക്കുന്നത്. 9 വാൾട്ടിൻ്റെ ഒരു ബാറ്ററിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യുന്നില്ല അങ്ങനെ. അപ്പോൾ ഒരുപാട് നാൾ നമുക്കിത് ഈ ഒരു ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ കറണ്ട് ഡിവൈസ് നമുക്ക് വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും ഉപയോഗം വരുന്നത്. ഒരുപാട് നമുക്ക് ഉപയോഗം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി നമ്മൾ ഒരു തവണ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു ഡിവൈസാണിത്. ഇത് കൂടാതെ മറ്റ് ഒരുപാട് ഡിവൈസ് ഇതേ മോഡൽ ഡിവൈസുകൾ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡിവൈസ് കുറച്ചും കൂടി ബെറ്ററാണ്. ഇപ്പോൾ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടവർക്കും അല്ലെങ്കിൽ നമ്മുടെ CCTV ആയിട്ട് ബന്ധപ്പെട്ടവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഡിവൈസ് തന്നെയാണിത്. ഈ ഒരു ഡിവൈസ് നമുക്കിപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഗൂഗിളിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ഡിവൈസ് തന്നെയാണ്. ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ ലിങ്ക് ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.